ഹായ് ദേർ. ഞാനിന്ന് എൻ്റെ നൈറ്റ് ഓഫിൻ്റെ അന്നത്തുള്ള റുട്ടീൻ കാണിച്ചാലോ എന്ന് ആലോചിക്കാം. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം, വലിയ മുറ്റം. ഇത് കണ്ടോ, ഇന്നത്തെ UK വെതർ ഇസ് ലൈക്ക് ദ ബെസ്റ്റ്. ഈ ഒരു വെതർ ഇവിടെ നമുക്ക് കാണാനേ പറ്റില്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ദിസ് മേക്സ് മീ സോ ഹാപ്പി. പെട്ടെന്ന് ഫ്രഷായിട്ട് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം സ്നെയിൽ മ്യൂസിനാണ് ഞാൻ ഇടാറ്. യെസ്, ഫോർ ഗ്ലാസ് സ്കിൻ, യു ആർ റൈറ്റ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് റെക്കമെൻഡ് ചെയ്തത്. ഹർ സ്കിൻ വാസ് ലിറ്ററലി ഗ്ലോയിങ്, സോ ഞാനും ഇത് വാങ്ങി. ആൻഡ് ദെൻ പാറ്റ് ആൻഡ് കഴുത്ത് അവോയ്ഡ് ചെയ്തെന്നാണല്ലോ പ്രമാണം, അപ്പോൾ കഴുത്തിലും കൂടി കുറച്ച് ഇടുക കേട്ടോ. ഇപ്പോൾ തന്നെ ഗ്ലാസ് ആയി. സൂപ്പർ. നിയാസിനമൈഡാണോ ആൽഫ ആർബ്യൂട്ടിനാണോ ഇടേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പം ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇത് മാറ്റി തിരിച്ചു വിടും. ഇന്ന് നമുക്ക് ആൽഫ ആർബ്യൂട്ടിനകത്ത് ഇടാം. അത് ഭയങ്കര തിക്കാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് സെക്കൻഡായിട്ട് ഇടണ്ടേന്ന്. പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. കിടന്ന് തന്നെ നമുക്ക് ഗ്ലാസ് സ്കിൻ ആയി കഴിഞ്ഞു. പറഞ്ഞാൽ വല്ല മാറ്റമുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല, പക്ഷേ ഒരു രസം. ഇനി അടുത്ത ന്യൂട്രിജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്ന്, അപ്പോൾ ആ ഓയിലിനെസ് കൺട്രോൾ ആവുന്നുണ്ട് നിയാസിനമൈഡ് ഇട്ടിട്ട്. ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നേ UK വരുമ്പോഴത്തേക്ക് നാട്ടിലുള്ള എല്ലാവരും വെളുക്കും, എല്ലാവരും സുന്ദരികളാവുന്നു. എൻ്റെ കാര്യത്തിൽ അത് നടന്നിട്ടില്ല. നാട്ടിലുണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും എല്ലാം സെയിം കളർ. വെളുക്കുന്ന പറഞ്ഞാൽ വെളുക്കുന്നല്ല, ഒരു ഗ്ലോ. നോ ഗ്ലോ. ഓക്കെ, ഇത്ര നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് സപ്ലിമെന്റ്സ് ഉണ്ട്. omega-3, മൾട്ടി വിറ്റമിൻ, പിന്നെ വിറ്റമിൻ സി. ഇതിനകത്ത് വിറ്റമിൻ സി ഇല്ല, അതുകൊണ്ട് വിറ്റമിൻ സി സെപ്പറേറ്റ്. ഇതെല്ലാം ഓരോ ടാബ്ലറ്റ് വീതം ഒരു ദിവസം നമുക്ക് കഴിക്കാം. പിന്നെ ഇത് ഈ ഫിഷ് ഓയിലിൻ്റെ ഞാൻ ട്രിപ്പിൾ സ്ട്രെങ്ത് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഫിഷ് കഴിക്കില്ല. അപ്പം ഐ ഡോണ്ട് റിയലി ഹാവ് ദി എസെൻഷ്യൽ omega-3 fatty acid that we really need to have. സോ എനിക്കത് ഡയറ്റ് ത്രൂ കിട്ടാത്തത് കൊണ്ട് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ടാബ്ലറ്റ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിലൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഗൈസ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ കഴിക്കും ഓർക്കുന്ന ദിവസമൊക്കെ. ഇനി സുന്ദരിയായിട്ട് ഈ കർട്ടനൊക്കെ താഴ്ത്തി ലൈറ്റും ഓഫ് ചെയ്ത് നമ്മളിനി ഉറങ്ങും. ഉറങ്ങുന്നതിന് മുൻപിൽ കഴിക്കണം. എങ്കിൽ നൂഡിൽസ് കഴിക്കാം. നമ്മൾ കുറച്ച് മുന്നേ എണ്ണീറ്റ് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഞാൻ മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നുകൊണ്ട് ഇറ്റ് വാസ് റിയലി ഈസി. സോ ഞാൻ ഉച്ചയ്ക്ക് ചോറും ക്യാരറ്റും എഗ്സും ചമ്മന്തിപ്പൊടിയും കഴിച്ചു. സൂപ്പറായിരുന്നു. നേരത്തെ ഇങ്ങനെ ഞാൻ മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ലൈക്ക് വെരി റിലാക്സ്ഡ് ഫോർ മീ. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ ജസ്റ്റ് ഹാവ് സംതിങ്, എന്തെങ്കിലും സ്നാക്സ് ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയേനെ. It's just recently that I've started to make some changes in my life, and I think it is having a positive impact on my life as well. Let's see. I hope for the best. അത് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ജിമ്മിൽ പോകാമെന്ന്. ഇന്ന് സത്യത്തെ എവിടെ പോകണ്ടെന്ന് വിചാരിച്ചാ, പക്ഷേ നമ്മളുടെ ഇവിടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. I thought I'll join them as well. ജിമ്മിൽ പോയിട്ട് വരാം. സുന്ദരിയാ.
നമ്മളങ്ങനെ ജിമ്മിലെത്തി ഗൈസ്. ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ കാണാം. ജിം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പണ്ട് ആരോ പറഞ്ഞതുപോലെ 1 മണിക്കൂറിനകം ജിമ്മിൽ പോയിട്ട് വന്നാലും നമ്മൾ പ്രോട്ടീൻ കഴിക്കണം എന്നാണല്ലോ. അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഞാൻ ബൾക്കിൻ്റെ പ്രോട്ടീൻ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇത് വാനില ഫ്ലേവേർഡാണ്. ആൻഡ് ഞാനിതിൽ കുറച്ച് ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്യും. വനില കഴിച്ച് ഞാൻ മടുത്തന്നേ. അപ്പോൾ എപ്പോഴും എനിക്കിഷ്ടം സ്ട്രോബെറീസ് കഴിക്കാനാണ്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ട്രൈ ലെറ്റ്സ് സീ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലെൻഡറാണ്. സോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. എനിക്കിഷ്ടമാണ് ഈ ഒരു ബ്ലെൻഡർ. ഇത് ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കറങ്ങിക്കോളും. എന്നിട്ട് തന്നെ സ്വിച്ച് ഓഫ് ആവും കഴിയുമ്പോൾ. This is my passion fruit flavored protein. I know it is a very weird combination. However, for my defense, ഈ വെനില ഫ്ലേവേർഡ് പ്രോട്ടീൻ പൗഡർ കഴിച്ച് ഞാൻ മടുത്തു. സോ ഞാൻ ഓരോ ദിവസവും ഓരോ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ട്രൈ ചെയ്യും. ടുഡേ ഇറ്റ്സ് എസ് പാഷൻ ഫ്രൂട്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഫാമേഴ്സ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. വെരി ടേസ്റ്റി. ഇറ്റ്സ് ഓക്കെ. എനിക്ക് സ്ട്രോബെറീസ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടം. പ്രോട്ടീൻ പൗഡർ ഇറ്റ്സ് ലൈക്ക് വെരി ഗുഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകുന്നത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. ഗുഡ് നൈറ്റ്. See you later.